അതായത് ഇപ്പോൾ ഒരു സ്ത്രീ സുഹൃത്താണെങ്കിലും പുരുഷ സുഹൃത്താണെന്നുണ്ടെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് വഴി അവർ നോ പ്രകടിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണ്. ഷേക്ക് ഹാൻഡിനായിട്ട് കൈ നീട്ടിക്കഴിഞ്ഞാൽ അത് ഷേക്ക് ഹാൻഡിനുള്ള മാത്രം അനുമതിയാണ്. അതല്ലാതെ അപ്പുറത്തേക്ക് ഒരു ആലിംഗനത്തിനായിട്ട് മുന്നിലേക്ക് ചെന്ന് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാതിരിക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട എന്താ പറയുക ഒരു ബേസിക് മാനേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ വിചാരിക്കും എന്താണ് അപ്പോൾ ഈ പറയുന്ന പോലെ സൗഹൃദങ്ങളിലൊക്കെ ആലിംഗനം ചെയ്യുന്നുണ്ടല്ലോ പുരുഷ സ്ത്രീ ഭേദമന്യേ. ശരിയാണ്, പുരുഷനും സ്ത്രീ ഭേദമന്യേ ആലിംഗനം ചെയ്യുന്നവരുണ്ട്, ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം പ്രകടിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ രണ്ടുപേരുടെയും കൺസെൻറ്റ് വളരെയധികം പ്രധാനമാണ്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്ത് അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ വലിയൊരു ഡിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് ഇടുന്നുണ്ടായിരിക്കില്ല. ഭയങ്കര ക്ലോസ് ആയിരിക്കും. അത് ഈവൻ എന്താ പറയുക, നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു തോട്ട് പോലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാത്ത തരത്തിലായിരിക്കും അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മളോട് പെരുമാറുക.